Hi, welcome to Hotel Island Castle. I am Executive Chef Anup David. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫിഷിൻ്റെ ഒരു ഐറ്റമാണ്. നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്യൂബ്സ് ആയിട്ടുള്ള ഫിഷാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫിഷ്. നമ്മൾ ഫിഷിനെ ഇപ്പോൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ചില്ലി പൗഡർ, അതുപോലെ ലൈം ജ്യൂസ്, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊത്തി അരിഞ്ഞ കറിവേപ്പില, ഇതെല്ലാമായിട്ട് നമ്മളിപ്പോൾ സംഭവം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ മാരിനേഷൻസ് എല്ലാം ഇതിലേക്ക് ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇപ്പുറത്ത് ഇതിനെ എങ്ങനെയാണിത് ചെയ്യണമെന്ന് പറയാം. ആദ്യം എൻ്റെ പാൻ ചൂടാക്കുന്നു. അതിലേക്ക് കോക്കനട്ട് ഓയിൽ നമ്മൾ ഒഴിക്കുന്നു. ലൈറ്റായിട്ട് മസ്റ്റാർഡ് സീഡ്സ് പൊടിയാണ്, കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറുണ്ട്, ഗാർലിക്കുണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, അതിനൊന്ന് സോട്ട് ചെയ്താൽ. അതുപോലെ അപ്പം തന്നെ നമ്മുടെ ചെറുള്ളിയുണ്ട്, നല്ലതാണ് ചെറുള്ളി, വളരെ നല്ലതാണ് ഹെൽത്തിന്. ചെറുള്ളിയും കൂടിയിട്ടൊന്ന് സോട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ വലിപ്പത്തിൽ തന്നെ നമ്മൾ ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒനിയനെയും കൂടിയിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സാധാരണ നാടൻ മസാല, ചില്ലി പൗഡറുണ്ട്, ലൈറ്റായിട്ട് ടെർമറിക് പൗഡർ ആഡ് ചെയ്യാം. നമുക്ക് കൊറിയാണ്ടർ പൗഡർ വേണ്ട, അതുപോലെ തന്നെ പെപ്പർ, ഇതെല്ലാം കൂടി യൂസ് ചെയ്യുന്നു. ഒന്ന് സോട്ട് ചെയ്യുന്നു. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനെ അതുപോലെ തന്നെ നമ്മൾ ഒരു മസാല അടിച്ച് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ്. അതായത് ചില്ലി പൗഡറും വിനാഗിരിയും വെജിറ്റബിൾ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു മസാല അടിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്നിട്ട് സോട്ട് ചെയ്യുക. ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഫിഷിനെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു, നമ്മൾ മിക്സ് ചെയ്യുന്നു. ഇതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്, സ്വന്തം സ്പൈസി ആയിരിക്കും, നാടൻ സ്റ്റൈലൊരു പ്രിപ്പറേഷനാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിലെല്ലാം ട്രൈ ചെയ്യാവുന്നൊരു കേസാണ്. നമുക്കൊന്ന് നോക്കാം. ആ പാൻ ചൂടായിട്ട് നമുക്ക് കിടക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ കടുക് പൊട്ടിക്കാം. അല്പം കടുക് പൊട്ടിക്കുന്നു. കടുക് പൊട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കിനെ കുറച്ചിട്ട് കൊടുക്കുക. ചോപ്പ് ചെയ്ത് വയ്ക്കും ജിഞ്ചർ, സ്വല്പം സ്പൈസി ഗ്രീൻ ചില്ലി ഇടുന്നു, കുറച്ച് കറിവേപ്പില, നേരത്തെ പറഞ്ഞ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷാലറ്റ്സ് ഉണ്ട്, ചെറുള്ളിയുണ്ട്, ഒന്ന് വഴറ്റിയെടുക്കാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഫിഷ് ക്യൂബ്സ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് കടിക്കാനായിട്ട് നല്ലതായിരിക്കും. ചെറുള്ളി മുഴുവനായിട്ടുള്ളതാണത്, നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അധികം വലിയ ഉള്ളി വേണമെന്നില്ല, ചെറുതായാലും മതി. അതിനും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വലിയ ഉള്ളിയാണത്, ഒനിയൻ ക്യൂബ്സാക്കി വെച്ചിരിക്കുന്നതാണ്, ഫിഷിൻ്റെ വലിപ്പത്തിൽ തന്നെ. നമ്മുടെ ഉള്ളി ഒരു റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർക്കേണ്ട മസാലകൾ ചേർക്കാം. സ്വല്പം ഒരു റെഡ് കളറുള്ള വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഇവിടെ കുടംപുളി അങ്ങ് കൊടുത്തേക്കാം, അതിലേക്ക് ഇട്ടേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മുളക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, ഇതിൽ വളരെ സിമ്പിളാണ്. കാശ്മീരി ചില്ലി പൗഡറും വിനാഗിരിയും ലൈറ്റായിട്ട് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ അത് ആഡ് ചെയ്യുമ്പോൾ അത് മസാല പെട്ടെന്ന് പിടിക്കാൻ എളുപ്പമായിരിക്കും. ലൈറ്റായിട്ട് സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഫിഷിൻ്റെ സ്റ്റോക്ക് ആയിരിക്കണേ. നമ്മൾ വെള്ളം ഒഴിച്ചു, സ്റ്റോക്ക് ഒഴിച്ചു. സ്റ്റോക്കും കുടംപുളി ഇതെല്ലാം കൂടിയിട്ട് ഇപ്പോൾ മിക്സ് ആവും. ഇപ്പോൾ കുടംപുളിയുടെ ഫ്ലേവർ ഇപ്പോൾ ഇറങ്ങും, അതിലേക്ക് പെട്ടെന്ന് ആ ഗ്രേവിയിലേക്ക് ഇറങ്ങും. സ്വല്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, സോൾട്ട് ഇടാം. ഫിഷ് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ഉപ്പുണ്ട്, ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഉപ്പിടുമ്പോൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്, ഓവറായി പോകരുത്. നമ്മൾ ഫിഷും കൂടി ഇതിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഉപ്പും കൂടി ഇതിലേക്ക് ഇറങ്ങും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ഇതിലേക്ക് ഇടാം. നെയ്മീനാണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൊത്തി അരിഞ്ഞ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് 15 മിനിറ്റ് മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വേറെ ഒന്നുമില്ല. നമ്മൾ ഫിഷ് ഫ്രൈക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാരിനേഷനാണ് തൊട്ടുമുമ്പ് പറഞ്ഞത്. ഫിഷ് ഉടയരുത്, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ച് ഇളക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഫിഷ് ഉടഞ്ഞു പോകും. നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഉടഞ്ഞു പോകും. സംഭവം റെഡി ആയിട്ടുണ്ട്. ലൈറ്റായിട്ട് കോക്കനട്ട് ഓയിലും കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റും വെളിച്ചെണ്ണയുടെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ പ്ലേറ്റ് റെഡിയാണ്, നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഫിഷിനെ ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ, സോൾട്ട് ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ മുഴുവനായിട്ട് ഇട്ടിരിക്കുന്ന ചെറുള്ളി കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഒനിയൻ റിങ്സ് ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. വറവുണ്ട്, മീൻ കുടംപുളി ഉലർത്ത് റെഡി ആയിട്ടുണ്ട്.
ഇതൊരു ഡ്രൈ പ്രിപ്പറേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡ്രൈ ആണ്. ഇതൊരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം. അപ്പത്തിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാം. നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇതിൻ്റെ മെയിനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടംപുളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. കുടംപുളി, ചെറുള്ളി, ഫിഷ് ക്യൂബ്സ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്.